നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. അംഗനവാടികൾ സ്വകാര്യവത്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിന്റെ ആദായനികുതി ഓഫീസ് മാർച്ച്. TP വധക്കേസിലെ ഗൂഢാലോചന CBI ഏറ്റെടുക്കില്ലെന്ന് CBI വക്താവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ക്രമീകരണം ജില്ലയിൽ ഏപ്രിൽ 5 പൂർത്തിയാകും. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. അംഗനവാടികൾ സ്വകാര്യവൽക്കരിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ സെക്രട്ടറി CP സുലൈമാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിലാണ് ആദായനികുതി ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച മാർച്ചും ധർണയും CITU ജില്ലാ സെക്രട്ടറി CP സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു 4000-ഉം 2500 രൂപ കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ഉപജീവനം കഴിക്കാനുള്ള മാർഗം പോലും ആകുന്നില്ല. വളരെ ദൂരം സഞ്ചരിച്ച് സെന്ററുകളിലെത്തി ഇവരുടെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ ആ ഡ്യൂട്ടിയുടെ ഭാഗമായി പലപ്പോഴും ഇമ്മ്യൂണൈസേഷൻ പരിപാടി, അതിന്റെ ഭാഗമായി നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതടക്കം ഏറ്റെടുക്കേണ്ടി വരികയാണ്. ജോലി ഭാരത്തെക്കുറിച്ചോ കൂലിയെക്കുറിച്ചോ അല്ല അവരിപ്പോ പ്രക്ഷോഭത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ആരോഗ്യ പരിരക്ഷ എന്നുള്ളത് നിൽക്കുന്നത് സർക്കാരും അതിലെ ഹെൽപ്പർമാരും. എന്നാൽ ഇതൊന്നും കാര്യമാക്കുന്നില്ല. ഈ രംഗം എങ്ങനെ വേണം എന്നുള്ളതും ആലോചിക്കുന്നില്ല. ഇപ്പോ അതൊരു മിഷനാക്കി അതിനെ നേരെ പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രോപ്പർഗണ്ട മിഷനാക്കി മാറ്റാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നത്? 1947 സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നും വിദേശത്തൊരാൾ പോയാൽ നിങ്ങൾ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ അവൻ പറയുന്നത് ഞാൻ മറാഠിയാണ്, ഗുജറാത്തിയാണ്, ഒറിയനാണ്, ഞാൻ മലബാറിയാണ്, ബംഗാളിയാണ്. ഈ രൂപത്തിൽ പറയുന്ന ഒരു രാജ്യവും ലോകത്തെവിടെയുമില്ല. സംഘടനാ വൈസ് പ്രസിഡന്റ് V വസന്ത, RV സതി, K ഷീബ, K ഗീത തുടങ്ങിയവർ നേതൃത്വം നൽകി. TP വധക്കേസിലെ ഗൂഢാലോചന CBI ഏറ്റെടുക്കില്ലെന്ന് CBI വക്താവ്. സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസ് ദേശീയ ഏജൻസി ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്ന് CBI പേഴ്സണൽ മന്ത്രാലയത്തെ അറിയിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന കേസ് CBI ഏറ്റെടുക്കില്ലെന്നാണ് CBI വക്താവ് കാഞ്ചൻ പ്രസാദ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസ് ദേശീയ ഏജൻസി ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നും ഇക്കാര്യം ഉടൻ കേരളത്തെ അറിയിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. അന്വേഷണം ഏറ്റെടുക്കാനാവില്ലെന്ന് പേഴ്സണൽ മന്ത്രാലയത്തെയാണ് അറിയിച്ചത്. വാർത്ത പ്രയാസമുള്ളതാണെന്നും മരണം വരെ പോരാടുമെന്നും രമ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ക്രമീകരണം ജില്ലയിൽ ഏപ്രിൽ 5 പൂർത്തിയാകും. ചൊവ്വാഴ്ച ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് വോട്ടിംഗ് മെഷീനുകൾ മാറ്റും. തിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ക്രമീകരണമാണ് ജില്ലയിൽ ഏപ്രിൽ 5 പൂർത്തിയാകുന്നത്. നിലവിൽ കലക്ടറേറ്റിന് സമീപത്തെ ആശ്വാസ കേന്ദ്രത്തിലായിരുന്നു മെഷീനുകൾ സൂക്ഷിച്ചിരുന്നത്. ചൊവ്വാഴ്ചയോടെ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് മെഷീനുകൾ മാറ്റുന്നതാണ്. ഏപ്രിൽ 5 മെഷീനു മുകളിൽ ബാലറ്റ് പേപ്പറുകൾ പതിക്കുന്നതോടെ സജ്ജീകരണങ്ങൾ പൂർത്തിയാകും. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്നുള്ള വിദഗ്ധരുടെ സാങ്കേതിക മേൽനോട്ടത്തിലാണ് ക്രമീകരണം നടക്കുക. മൊത്തം 2400-ലധികം വോട്ടിംഗ് യന്ത്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സെന്റ് വിൻസെന്റ് കോളനി സ്കൂൾ അങ്കണത്തിലെ ചാപ്പലിൽ നിന്ന് തിരുവോസ്തി മോഷണം പോയ സംഭവത്തിൽ കത്തോലിക്ക വിശ്വാസികൾ പ്രാർത്ഥനാ റാലി നടത്തി. കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. സെന്റ് വിൻസെന്റ് കോളനി സ്കൂൾ അങ്കണത്തിലെ ചാപ്പലിൽ നിന്നും തിരുവോസ്തിയും സക്രാരിയും മോഷണം പോയ സംഭവത്തിൽ കത്തോലിക്ക വിശ്വാസികളാണ് പ്രാർത്ഥനാ റാലി നടത്തിയത്. സിറ്റി സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലിക്ക് കോഴിക്കോട് രൂപതാ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. ദൈവവും യഥാർത്ഥ മനുഷ്യനുമായ ഈശോ മിശിഹ സന്നിഹിതനായിരിക്കുന്നുവെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. മൂന്നാമത്തെ അനന്യത എന്താണെന്ന് ചോദിച്ചാൽ
അത് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ വണക്കമാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ നമ്മുടെ അമ്മയായി കണക്കാക്കുന്നു, നമ്മൾ വണങ്ങുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 3 അനന്യതകളും ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാർപ്പാപ്പയുടെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സഭ വിട്ടുപോയവരുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ഈശോ സന്നിഹിതനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭ വിട്ടുപോയവരുണ്ട്. പരിശുദ്ധ അമ്മയിലുള്ള നമ്മുടെ വണക്കം കണ്ടിട്ട് സഭ വിട്ടുപോയവരുണ്ട്. ഇവരൊക്കെ വിട്ടുപോയപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് ചോദിച്ചില്ലേ, എന്താ നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? അതിന് മറുപടിയായി പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങളാണല്ലോ എന്ന്. ജെസ്യൂട്ട് പ്രൊവിൻഷ്യൽസ് ഫാദർ ജോസഫ് കല്ലേപ്പള്ളി, MCPS മുൻ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് മുളങ്കാട്ടിൽ, സിസ്റ്റർ മേഴ്സി വർഗീസ്, സിസ്റ്റർ ആൻസലിൻ, സിസ്റ്റർ മരിയ ആൻസലിൻ, ഫാദർ വിൻസെന്റ് പുളിക്കൽ, ഫാദർ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. PMA റെസിഡൻസ് അസോസിയേഷൻ 4ാം വാർഷികാഘോഷം മന്നത്താനത്തെ ALP സ്കൂളിൽ നടന്നു. RTO രാജീവ് പുത്തലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. PMA റെസിഡൻസ് അസോസിയേഷന്റെ 4ാം വാർഷികാഘോഷമാണ് മന്നത്താനത്ത് ALP സ്കൂളിൽ നടന്നത്. മാധവൻ നായരുടെ അധ്യക്ഷതയിൽ RTO രാജീവ് പുത്തലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റി ഫോറം ജില്ലാ കമ്മിറ്റി T ബാലകൃഷ്ണൻ, K ജയപ്രകാശ്, MC സജീവൻ, KC ലതിക തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സുവർണ ജൂബിലിയുടെ ഭാഗമായി നടത്തിയ പ്രൊഫസർ കരിമ്പുഴ രാമകൃഷ്ണൻ പ്രസംഗ മത്സര വിജയികൾക്കുള്ള ട്രോഫി വിതരണവും അനുസ്മരണ പ്രഭാഷണവും നടന്നു. സാഹിത്യകാരി KT സുധീര പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്റെ കുടുംബത്തിൽ എല്ലാവരും പഠിച്ചിട്ടുള്ളത് ഈ കോളേജിലാണ്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഞാനും എന്റെ ഭർത്താവും എന്റെ 2 ആൺമക്കളും ഈ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോളേജാണിത്. ഇപ്പൊ ഇന്നത്തെ കുട്ടികളൊക്കെ ക്ഷുഭിത യൗവനമാണ്. പണ്ടത്തെ പോലെ ഉള്ള വിദ്യാർത്ഥികളല്ല എന്നുള്ളത്. അതുപോലെ പണ്ടത്തെ അധ്യാപകരും അല്ല ഉള്ളത്. കുറച്ചും കൂടെ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഒരു അടുപ്പം ഇത് നമ്മൾ കാണുന്നുണ്ട്. അന്നത്തെ അധ്യാപകരെ കാണുമ്പോൾ നമ്മുടെ കാൽമുട്ട് വിറയ്ക്കും. ഇന്നങ്ങനെയല്ല, എല്ലാവരും ചങ്ങാതിമാരുമാരിയാണ് പെരുമാറുന്നത്. പക്ഷേ ഒരു കലാലയത്തിൽ നിന്ന് നമ്മൾ പാഠപുസ്തകത്തിലുള്ള അറിവ് മാത്രമല്ല നേടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറിവിനപ്പുറത്തുള്ള അറിവ്, അക്ഷരങ്ങൾക്കപ്പുറത്തുള്ള അക്ഷരം, പരീക്ഷയ്ക്കപ്പുറത്തുള്ള ഒരു പരീക്ഷ ജയിക്കാനുള്ള ഒരു തന്റേടം, അതാണ് എനിക്ക് ഈ ആർട്സ് കോളേജിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. കക്കോടി മോരിക്കര പന്തലാറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ തിറ മഹോത്സവം നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ഗ്യാസ് വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പയ്യാനക്കലിൽ നാട്ടുകാർ ഗ്യാസുമായി വന്ന വാഹനം തടഞ്ഞു. ഏജൻസി അധികൃതർ സ്ഥലത്തെത്തി ഉടൻ ഗ്യാസ് വിതരണം ചെയ്യാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചത്. നിശ്ചിത സമയത്തിനുള്ളിൽ ബുക്ക് ചെയ്തവർക്ക് ഗ്യാസ് എത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് പയ്യാനക്കലിലാണ് നാട്ടുകാർ ഗ്യാസ് സിലിണ്ടറുമായി വന്ന വാഹനം തടഞ്ഞുവച്ചത്. മാസാവസാനത്തോടെ ഗ്യാസ് വിതരണം ചെയ്യാത്ത പക്ഷം ഉപഭോക്താവിന്റെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് ഗ്യാസ് കരിഞ്ചന്തയിൽ വിൽക്കാനാണ് ഏജൻസി ശ്രമിക്കുന്നതെന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. തിങ്കളാഴ്ചയോടെ പ്രദേശത്ത് സിലിണ്ടർ വിതരണം ചെയ്യാമെന്ന് അറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാരണം ഇവിടെ വരെ വന്നു ഗ്യാസ് കൊടുക്കാതെ തിരിച്ചു പോകുമ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾ അത് തടഞ്ഞപ്പോൾ ഇവർ അതിന്റെ വെപ്രാളത്തോട് കൂടിയിട്ട് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ഒരു തെങ്ങ് നഷ്ടപ്പെട്ടു, ഒരു വീട്ടിന്റെ ഇലക്ട്രിക് ലൈൻ നഷ്ടപ്പെട്ടു. ഇതെന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ആധാർ ഉണ്ടായിരുന്നു, ബാങ്ക് അക്കൗണ്ട് ഉള്ളതിന്റെ പേരിൽ ഇവർക്ക് തട്ടിപ്പ് നടത്താൻ കഴിയുന്നില്ല. ഇവർക്ക് തട്ടിപ്പ് നടത്താൻ കഴിയാത്തതിന്റെ പേരിൽ ഇപ്പം കിട്ടിയ ചാൻസ് വെച്ചിട്ട് ഇവർ പയ്യാനക്കൽ കമ്പൗണ്ടറിന്റെ നേരെ മുന്നിൽ വന്നിട്ട് ഗ്യാസ് വണ്ടി വന്ന് തിരിച്ചു പോകുക. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ HP ആണോ എന്ന്. HP ആണെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. എന്നാൽ ഞങ്ങൾ കൊണ്ടുവരാം, ഒരു മിനിറ്റ്, ഞങ്ങളെ വീട് ഇവിടെ അടുത്താണ്. ഇവർ പറഞ്ഞ് സാധിക്കില്ല, ഞങ്ങൾ പോവാണ്, എനിക്ക് പരിചയമില്ല. ഇങ്ങനെ പരിചയമില്ലാത്ത ആളുകളാണോ ഇതിൻ്റെ ഏജൻസി ഉള്ളത് ഇവിടെ? അങ്ങനെ ഒരു ഏജൻസിയാണെന്ന് വെച്ചാൽ ആ ഏജൻസി റദ്ദ് ചെയ്യണം.
ഇത് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ജനങ്ങളുടെ പാവപ്പെട്ട ഈ കടലോര മേഖലയിലുള്ള ആളുകളുടെ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു നടപടി ഇതിന്റെ ഏജൻസി ആരാണോ ഇതിന്റെ MD അവരൊക്കെ ഇവിടെ വന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഓർക്കുന്നു. പാവപ്പെട്ട ആളുകൾക്ക് ഈ ഗ്യാസ് ഇവിടെ നിന്ന് തന്നെ വിതരണം ചെയ്യുമെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട്, കാരണം വെച്ചാൽ ഈ ആളുകളും ഇതിന് സഹകരിച്ചുകൊണ്ട് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ പ്രദേശത്തെ മാത്രം ഒരു വിഷയമല്ല പാചകവാത സിലിണ്ടർ. നമുക്കറിയാം 9 സിലിണ്ടറിൽ നിന്ന് 12 സിലിണ്ടറായിട്ട് ഉയർത്തപ്പെടുകയും അത് യഥാസമയം അതാത് ഏജൻസികൾ അതാത് ഏരിയകളിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഏജന്റ് മുഖാന്തരം വീടുകളിലെത്തുന്ന ഒരു സമീപനമായിരുന്നു മുൻപും ഇന്നും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമുക്കെല്ലാം വേദനാജനകമായ രീതിയിൽ കരിഞ്ചന്തയിൽ വിൽക്കാൻ വേണ്ടി മാത്രം ഏജൻസികൾ അത് ഉപയോഗിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. പ്രതിഷേധത്തിനിടെ വാഹനമെടുക്കാനുള്ള ഡ്രൈവറുടെ ശ്രമത്തിൽ വാഹനം തട്ടി പ്രദേശത്തെ വൈദ്യുതി ലൈനും ഉണങ്ങിയ തെങ്ങും പൊട്ടിവീണത് ഏവരെയും പരിഭ്രാന്തിയിലാഴ്ത്തി. തുടർന്ന് ഏജൻസി അധികൃതർ സ്ഥലത്തെത്തി വൈകുന്നേരത്തിനുള്ളിൽ ഗ്യാസ് വിതരണം ചെയ്യാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഉദ്യോഗസ്ഥർ ഉറപ്പു പാലിക്കാത്ത പക്ഷം ഏജൻസി ഓഫീസ് ഉപരോധിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. വിദ്യാലയങ്ങൾ അടച്ചതോടെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കുട്ടിക്കച്ചവടങ്ങൾ സജീവമായി. വീട്ടുകാരെ ആശ്രയിക്കാതെ കച്ചവടത്തിന്റെ വരുമാനം കൊണ്ട് അടുത്ത അധ്യയന വർഷത്തേക്ക് പഠനോപകരണങ്ങളും കളിക്കോപ്പുകളും വാങ്ങുകയാണ് ഇവരുടെ ഉദ്ദേശം. വിദ്യാലയങ്ങൾ അടച്ചതോടെ കുട്ടികൾക്ക് ഇനി ഉല്ലാസത്തിന്റെ കാലം തുടങ്ങി. പണ്ടുകാലങ്ങളിൽ ഒഴിഞ്ഞ വയലുകളിലും പറമ്പുകളിലും ഗ്രൗണ്ടുകളിലുമായി ഫുട്ബോളും ക്രിക്കറ്റുമായിരുന്നു സമയം കഴിച്ചതെങ്കിൽ ഇപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ കുറഞ്ഞതോടെ കുട്ടികൾ സമയം പോക്കാൻ മറ്റു മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു. വഴിയോരങ്ങളിലും മറ്റും ചെറിയ തട്ടുകളുമായി കുട്ടിക്കച്ചവടങ്ങൾ ഗ്രാമങ്ങളിലെയും നഗരത്തിലെയും കൗതുക കാഴ്ചയാവുകയാണ്. മാങ്കാവ് കച്ചേരിക്കുന്ന് റോഡിൽ യാത്ര ചെയ്യുമ്പോഴാണ് കുട്ടികളുടെ കൂട്ടം കണ്ട് ഞങ്ങൾ വാഹനം നിർത്തിയത്. ചെന്നു നോക്കിയപ്പോൾ തകൃതിയായ കച്ചവടം. ഉപ്പിലിട്ടതും ചുരണ്ടി ഐസും സർബത്തുമാണ് വിൽപ്പന. കാര്യം അന്വേഷിച്ചപ്പോൾ അല്പം ഗൗരവത്തോടെയായിരുന്നു പ്രതികരണം. 5 പേർ തുല്യമായി ഷെയറിട്ടാണ് കച്ചവടം നടത്തുന്നത്. കച്ചവടത്തിലെ ലാഭം കൊണ്ട് ക്രിക്കറ്റ് ബാറ്റും അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള പുസ്തകവും വാങ്ങും. ഇത് നമ്മള് 3 ആൾക്കാരുണ്ട്, പിന്നെ വേറെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. ഓല് വീട്ടിലേക്ക് പോയതാ. 5-6 ആൾക്കാര്. ഇത് കൊറേ സാധനങ്ങളുണ്ട്. കൈക്കരി, സിപ്പോപ്പ്, ചോരന്റെ ഐസ്, പിന്നെ പലതരം മുട്ടായികള്, സിപ്പോപ്പ്. ഓ, നമ്മളെല്ലാവരും നടത്തുന്ന. ഓ, ലാഭം 100 ഉണ്ടാവും. അതൊക്കെ അങ്ങനെ. ഓ, ഓരോരുത്തർ 20, 50, 30 അങ്ങനെയൊക്കെ. ചിലപ്പോ അവൻ ചാൻസ് ഉണ്ട്. കച്ചവടം കുറച്ചൊക്കെ. ഓ, തന്നെ. ഞാൻ കളിക്കൊക്കെ ചെയ്യും. ചിലപ്പോ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി പിന്നെയും വിൽക്കാൻ പോകും. കാര്യം എന്തൊക്കെയായാലും കുരുന്ന് പ്രായത്തിൽ കുട്ടികളിൽ ഇരുന്ന കച്ചവട താല്പര്യം വരും കാലത്തിന്റെ പ്രതീക്ഷ കൂടിയാണ്. കച്ചവടത്തിന്റെ ബാലപാഠങ്ങളിൽ ഇവർ അഭ്യസിച്ചു തുടങ്ങട്ടെ. ക്യാമറമാൻ നസറുൽ ഹക്കിനൊപ്പം രാജേഷ് മാങ്കാവ്. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ മലബാർ കലാമേള ടൗൺ ഹാളിൽ നടന്നു. ഇമ്പമൂറുന്ന ഇശൽ ഗാനങ്ങൾ ആസ്വാദകർക്ക് ശ്രവ്യാനുഭവമായി. Thank you.
എൻ്റെ ബോസ് നിഷ്പക്ഷമായിട്ടാണ് ഇപ്പം കാണുന്നത്. കാരണം ഒരു പാർട്ടി ഇവിടെ ഭരിച്ചിട്ടും യാതൊരു പുരോഗമനം ഇവിടെ ഇല്ല. ഒരു കഷ്ടപ്പെട്ട ജനതയ്ക്ക് യാതൊരു ഇതുമില്ല. ഒരു നല്ലൊരു ഗുണം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. നിഷ്പക്ഷമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാത്തിനും ഞാൻ പരീക്ഷിക്കുന്നു, നോക്കിക്കുന്നു. ഒരു സാധാരണക്കാരന് ശരിക്കൊരു ഗുണം ഇവിടെ കിട്ടുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി വന്നിട്ടും ഗുണം ഇല്ല. എൻ്റെ വോട്ടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾക്ക് നല്ല ഭരണം കാഴ്ച വെക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായി 500 ചെമ്മണിയായി, 15 ലിറ്റർ ചെമ്മണിയാൻ വേണ്ടി 500 ചെമ്മണികൾ എത്തിച്ച്. അങ്ങനെ ഓരോ സാധനം പെട്രോളാണെങ്കിൽ എത്ര വർഷം കയറ്റി 8 10 വർഷം കയറി കഴിഞ്ഞ് ഡീസലിന് കയറി, പിന്നെ പെട്രോളിന് കയറി, ഗ്യാസിന് കയറി. അപ്പോൾ ഇനി മാർക്സിസ്റ്റ് വരയ്ക്കട്ടെ. എൻ്റെ വോട്ട് മാർക്സിസ്റ്റിനെ ചെയ്യും. വിജയം ജയിക്കണം, ജയിക്കേ പറ്റൂ. ഞാൻ ആർക്കും വോട്ട് ചെയ്യുന്നില്ല. അത് വോട്ട് ചെയ്ത് നമുക്ക് ഇതില്ല, നമുക്ക് അതിൻ്റെതായ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യേണ്ട ആവശ്യം? ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടിയില്ല. ഞങ്ങൾക്ക് എൻ്റെ വോട്ട് ഇടതുപക്ഷത്തിനാണ്. കാരണം ഇവിടുത്തെ വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള ശബ്ദം ഉയർത്തുന്ന പാർട്ടി ഇടതുപക്ഷം തന്നെയാണ്. ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണത്തിന് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവും നമുക്ക് CBI അന്വേഷണം വരൂലെന്ന് ഉറപ്പായതിന് നിയമവശമൊക്കെ അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. CBI ആയതിനേക്കാളൊക്കെ കൂടുതൽ സീറ്റ് ജാസ്തി കിട്ടും. ബിജെപിക്ക് ഇവർ രണ്ടാളും വന്നിട്ട് എന്താ കാര്യം? 10 കൊല്ലം ഇവർ ഭരിച്ചിട്ട് എന്താ ഇവിടെ നേട്ടമുണ്ടായത്? ജനങ്ങളെ പറ്റിക്കുകയല്ല. ചില പാർട്ടികളിലും പല ആൾക്കാരുണ്ടാവുമല്ലോ പൈസയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. അതേ സമയത്ത് നിഷ്പക്ഷമായിട്ടുള്ളവർ പാർട്ടി കുത്തണം എന്നുള്ളവർ കുത്തും. ഇതിപ്പോൾ ഓരോരോ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതല്ലാതെ ഇപ്പം വേറെ എന്താ പറയാം? ഇപ്പം നമ്മൾ നേരിൽ കണ്ടിക്കണം അങ്ങനെ വർഗീയ കലാപം പറയുകയല്ലേ ഇവർ. മറ്റാരെ കുറ്റം പറയും, ഇവർ മറ്റാരെ പറയും. ഇതേ അതല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. കാരണം കുറേ വർഷങ്ങളായി ഓരോരുത്തർക്ക് മാറി മാറി ചെയ്തു നോക്കിയതാ. ഒന്നും ഒരു ശരിയായി തോന്നിയില്ല. അപ്പം ഇനി ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നു. ഒരു വോട്ടും ചെയ്യുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിനോടും താല്പര്യമില്ല. രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്നതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വോട്ട് മാർക്സിസ്റ്റ്. അതുകൊണ്ട് നമ്മൾ പൊതുവെ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ചെയ്യുന്ന ഈ മാസ്കിൽ എപ്പോഴും ചെയ്യുന്ന പ്രവർത്തിയാണ് മാർക്സിസ്റ്റുകാർ. ആർക്ക് ചെയ്തിട്ട് യാതൊരു ഗുണവുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് 5 കൊല്ലം വരും, പിന്നെ കോൺഗ്രസ് 5 കൊല്ലം വരും. മാറി മാറി വരണ സാധാരണക്കാരനെപ്പോഴും പിന്നെ അധോഗതിയും വെള്ളിയാഴ്ചയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൂടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്. അവർ വന്നാൽ കൊള്ളാന്നില്ല ചെറിയൊരു എല്ലാവരും എൻ്റെ മനസ്സിലാകട്ടെ, ബാക്കിയുള്ളത് എന്താണെന്നറിയില്ല. അവർ വരണം എന്നില്ല ഒരു അഭിപ്രായമാണ്. അത് അടിത്തറ കിട്ടണം എന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് എത്രയോ കൊല്ലം ഭരിച്ചു, ആര് ഭരിച്ചിട്ടും യാതൊരു പിന്നെ ഒരു ഗുണമില്ല. എന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ സാധാരണക്കാരനെന്നും കണ്ണീരും കഷ്ടപ്പാടും തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജോലി ചെയ്ത് കുറേ കാലമായി, ഒരു മാറ്റമില്ല. അപ്പോൾ 58 വയസ്സായിട്ട് ഇപ്പോഴും ജോലി ചെയ്ത് ജീവിക്കുക, ഒരു ഗുണമില്ല. റേഷൻ ഷോപ്പിൽ ഒരു കിലോ അരി വരെ കിട്ടില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 9 കിലോ അരി ഉണ്ടായി, ഇപ്പോൾ 9 തരില്ല. അപ്പം അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സാധാരണക്കാരനൊന്നും പ്രശ്നം കണ്ടില്ല. വോട്ട് LDFന്. LDFന് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ അഴിമതി മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് LDFനായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. അംഗനവാടികൾ സ്വകാര്യവത്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിന്റെ ആദായ നികുതി ഓഫീസ് മാർച്ച്. TP വധക്കേസിലെ ഗൂഢാലോചന CBI ഏറ്റെടുക്കില്ലെന്ന് CBI വക്താവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ക്രമീകരണം ജില്ലയിൽ ഏപ്രിൽ 5 പൂർത്തിയാകും. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.